വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആക്ച്വലി നല്ല സൗണ്ട് ഉണ്ട്. ആക്ച്വലി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യണേ. അപ്പോൾ ഞാനിന്നുള്ളത് സാക്കോപാനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആക്ച്വലി ഇതൊരു മൗണ്ടൻ ഏരിയ ആണ്, പോളണ്ടിൽ തന്നെ. എൻ്റെ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് 2.5 മണിക്കൂർ യാത്രയുള്ളൂ. ഇന്നലെയാണ് ഞാൻ ആക്ച്വലി എത്തിയേ. ഇന്നലെ വൈകിട്ട് എത്തി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സിറ്റിയൊക്കെ കറങ്ങി അതിൻ്റെ ക്ലിപ്സ് ഞാൻ ആദ്യം കുറച്ച് കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങി. കാര്യം ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള മൂടുന്നുണ്ടല്ലോ. അവിടുത്തെ കുളമായി വന്നിട്ട് മഴ പെയ്തതിന് ഇവിടെ ഭയങ്കര വൃത്തിയാടാ. അപ്പോൾ ഫുൾ കുളമായി എന്നൊക്കെ ഓർത്തു. പക്ഷേ ഇന്ന് നല്ല വെയിലാണ് കാണിക്കണേ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നൊരു ബസ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് മോസ്കിയോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണേ. മോൾസ്കിയോക്കോ അങ്ങനെയാന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോണേ. ഇത് മൗണ്ടൻ ഏരിയ ആണ്. ഞാനിവിടെ യൂറോപ്പിൽ വന്നിട്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് മൗണ്ടൻ ഏരിയ പോണത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നാരും ഇല്ല കൂടെ. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ്. അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഈ ട്രിപ്പിൽ. പിന്നെ എൻ്റെ സിറ്റിയിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആണ് ഞാൻ ഫസ്റ്റ് സോളോ ട്രിപ്പ് ഒരു ചെറുതാക്കി എടുത്തത്. എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ ഇനി ബാക്കി വിശേഷം നിങ്ങളോട് കാണിച്ചു തരാം.
No, io devo fare sempre il potrò tenere. ആൻഡ് നമ്മളിവിടെ എത്തി. മോൾസ് കിയോക്കോയിൽ ഇവിടെ വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നു. എന്നിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതൊരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു സാധാ ആൾക്കാർക്ക്, അതായത് സ്റ്റുഡൻസിന് 4.5 സോട്ടി, അല്ലാത്തവർക്ക് 9, അങ്ങനെയാണ് എൻ്റെ പകുതിയുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് 4 സോട്ടിയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് പകുതി വരെ ബസ് വരും. അപ്പോൾ പകുതി വരെ ബസ് വരണമെങ്കിൽ 15 സോട്ടി, അങ്ങനെയാണ് 15 സോട്ടീസ്. പിന്നെ ഇവിടെ മറ്റേ കുതിരവണ്ടിയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ നടന്നു പോവാം എന്നുള്ള ഒരു പ്ലാനിലാണ്. എന്തുവാ നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. നമ്മൾ 2 hours and 20 minutes ആണ് നടക്കാനുള്ളത്. യെസ്, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾമോസ്റ്റ് 1 hour കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. വ്യൂസ് അങ്ങോട്ട് പോകുന്നതോറും ഭയങ്കര ഭംഗി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൻഡ് നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക്. എനിക്കാണെങ്കിൽ ഓരോ സ്പോട്ടിലെത്തുമ്പോഴും ഫോട്ടോ എടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞതിന് ആൾക്കാരൊക്കെ എടുത്തു തരും. പക്ഷെ ഞാൻ ഒരു സ്പോട്ടിൽ നല്ല ഭംഗിയുണ്ടപ്പോൾ അവിടെ ഒരാളോട് പറഞ്ഞു, ഒരു പെങ്കൊച്ചോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന്. പക്ഷേ ത്രൂ ഔട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടമുണ്ട് എനിക്ക്. അത് മാത്രമാണ് എനിക്ക് ഈ സോളോ ട്രിപ്പ് പിടിച്ചപ്പോഴത്തേക്കും ഒരു സങ്കടം തോന്നിയൊരു കാര്യം കേട്ടോ. നമുക്ക് ചവറ് പോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, സെൽഫി മാത്രം എടുക്കാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഇനിയും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ട്. ആൻഡ് നല്ല ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വഴിയൊന്നും തെറ്റി പോവേയില്ല. ഫുൾ നടക്കാൻ കൂട്ടുണ്ട്. ആൻഡ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും 2 റൂട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് റോഡ്, ഇത്ര നേരം നടന്നത് റോഡ് തന്നെ. പിന്നെ ഒന്ന് ലൈക്ക് ട്രക്ക് ചെയ്യുന്ന പോലെ ഉള്ള ഒരു കയറ്റം. അപ്പോൾ ഞാനിവിടുത്തെ എന്നാൽ പിന്നെ കയറ്റെടുക്കാം. കാരണം കയറ്റമാണെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റും കാണിക്കണേ. റോഡ് വഴിയാണെങ്കിൽ 1 മണിക്കൂറും 1 hour and 20 minutes കാണിക്കണം. സോ ഇത്ര നേരം റോഡിൽ കൂടി നടന്ന് മടുത്തു. അപ്പോൾ ഈ വഴി എടുക്കാം.
ഞാനിവിടെ എത്തിയത് വലിയൊരു അഡ്വഞ്ചർ ട്രെയിനാണ്. നല്ല തെന്നലായിരുന്നു. ഷോർട്ട് കട്ട് എടുത്ത് വന്നില്ലേ, ഷോർട്ട് കട്ട് എടുത്തിട്ട് ഫുൾ സ്ലിപ്പിങ്. അയ്യോ, ഞാൻ ഈ സൈഡിലെ മരത്തിൽ പിടിച്ച് എങ്ങനെ ഇവിടെ എത്തി. ഇനി 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കയറാം പുറത്ത്. നോക്കൂ, ഇതാണ് ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ഓരോ സിഗ്നൽസ്. ഇങ്ങനത്തെ ഈ ഫ്ലാഗ് അനുസരിച്ച് വേണം നടന്നു പോകാൻ. അതാണെങ്കിൽ റോഡാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നടന്നു പോകാം, അതൊന്നും പ്രശ്നമില്ല. കാര്യം നടന്ന് എന്തായാലും എത്തും. ഇങ്ങനത്തെ ഊട് വഴി കയറുമ്പോഴത്തേക്കും അയ്യോ ചെറുതായിട്ടൊന്നും ഞാൻ ടയർഡായി. ഊട് വഴി കയറുമ്പോഴത്തേക്കും വഴി തെറ്റിപ്പോണ്ടിരിക്കാൻ ആ ഫ്ലാഗ് നോക്കി പോവാം. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും കഴിക്കാം എന്നോർത്ത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഒരു ബർഗർ ആൻഡ് ഒരു കോഫി വാങ്ങിച്ചു. 30 സൂട്ടി ആണ് ഒരു ബർഗറിന്, കോഫിക്ക് 10 എന്തുള്ളൂ. പക്ഷെ സംഭവം ഒരു ജമണ്ടനാണ്. എനിക്കിവിടുന്ന് പകുതി കഴിച്ചത് ഞാൻ പകുതി ബാഗിൽ വെക്കേണ്ടി വരും. 2 നേരം കഴിക്കാം. ആൻഡ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തി. ഇനി കൂടിപ്പോയി ഒരു 5 മിനിറ്റ്സും കൂടി നടക്കാനുണ്ടാവുള്ളൂ. അയ്യോ, ഭയങ്കര ഭംഗിയുള്ള വ്യൂവാ. എനിക്ക് നാട്ടിൽ വെച്ച് മണാലിക്ക് പോകണം, അവിടെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊന്നും നടന്നില്ല. ഇവിടെ വന്നപ്പോഴെങ്കിലും ഇന്നത്തെ ക്ലൈമറ്റിനോട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് ഇസ് ടു ഗുഡ്. നല്ല വെയില്, വലിയ തണുപ്പില്ല, എന്നാൽ നല്ല മഞ്ഞുണ്ട്. നമ്മൾ കയറിയപ്പോൾ ഒട്ടും മഞ്ഞുണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഇസ് ഹെവൻ. സത്യമായിട്ട് ഐ ആം സോ ഹാപ്പി. വേർത്താണ്. ഞാൻ ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂർ എടുത്തു കയറാൻ. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാര്യം 2.5 മണിക്കൂർ ത്രൂ ഔട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമില്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. പിന്നെ അത് കയറ്റവും കൂടി ആകുമ്പോഴത്തേക്കും കാല് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഈ വ്യൂ കണ്ടപ്പോഴത്തേക്കും ഇത്ര നേരത്തെ വേദനകളെല്ലാം മറന്നു. ആൻഡ് നമ്മൾ 5 മിനിറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും 5 മിനിറ്റ്സിൽ എത്തിയില്ല. വീണ്ടും ഒരു 15 മിനിറ്റ്സ് കൂടി വാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വി ആർ ഹിയർ. ഇനിയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പോണേ. പുഴ ഐസായിട്ട് കിടക്കുവാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. വെയിറ്റിംഗ്. സൺ അടിക്കണമെന്നുകൊണ്ട് എന്തോരം കാണണമെന്ന് അറിയില്ല. ഓന്നോ, പുഴയില്ല ഗൈസ്, ഫുൾ ഐസാണ്. ആൻഡ് ദിസ് ഇസ് ലേക്ക്. ഇത് ലേക്കാണ്. ലേക്ക് ഫുൾ ഫ്രോസൺ ആയി കിടക്കുക. ഓന്നോ, ബട്ട് സണ്ണ് ആ ഭാഗത്ത് നിന്ന് അടിക്കുന്നതുകൊണ്ട് വ്യൂ കുറവാന്ന് എനിക്ക് തോന്നുന്നു വീഡിയോയില്. പക്ഷെ ഇങ്ങനെ വേണം ഇറങ്ങാൻ. ഫുൾ തന്നല കയറ് പിടിച്ചിറങ്ങണം. ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്റെ പൊന്നൊരു അഡ്വഞ്ചർ താഴത്തേക്ക് ഇറക്കുമായിരുന്നേ. സീ ദിസ്. ഇതുപോലെ തെന്നി അതിൽ നിന്ന് വന്ന് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊരു കൊച്ചു വരുന്നേക്ക്
നേരെ തീറ്റി വരുന്നത്. ആൻഡ് ഇതാണ് ലേക്ക്. ഞാൻ ലേക്കിന്റെ പുറത്തോടി കിടക്കുന്നത്. അത്ര ഫ്രോസൺ ആയി കിടക്കുക. ഓ നോ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ആൻഡ് എനിക്ക് റീൽ എടുക്കാൻ തോന്നുവാ. എനിക്ക് അറിയില്ല എങ്ങനെ എടുക്കും. സ്റ്റാൻഡ് വെച്ച് എടുത്ത് നോക്കണം. അയ്യോ, ലേക്കിന്റെ പുറത്ത് ഇവർ ഇരിക്കുന്നത്. എൻ്റെ അമ്മേ, സമ്മറിൽ ഇതിന്റെ ഡബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞ കാര്യം. ലേക്ക് ഫുൾ ബ്ലൂ കളറിൽ കിടക്കും. ആൻഡ് ഈ മലയുടെ ഇടയിലെ ലേക്കാണ്. ഭയങ്കര ഭംഗിയാ. എനിക്ക് ആ ഒരു വ്യൂ കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് വേണം സമ്മറിലൊന്നുകൂടി വരണം ആ വ്യൂ കാണണമെങ്കിൽ. ആൻഡ് സീ, എനിക്കറിയാം എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ആം വെരി വെരി ഹാപ്പി. സീ ദ ബ്യൂട്ടി. അപ്പം ഞാൻ ഇനി തിരിച്ചു കയറുവാണ്. നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു, കുറേ നേരം നടന്നു. തിരിച്ചിനി വീണ്ടും കയറി പിടിച്ചുള്ള അഭ്യാസമാണ്. എൻ്റെ ഫോൺ മരിക്കാറ്. എനിക്ക് കൊണ്ട് തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയി ഡപ്പയിൽ നിന്ന് 15% വൈൻഡപ്പൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടുക്കാൻ പറ്റി ഉറപ്പായിട്ട് എടുക്കും. തിരിച്ച് കുതിരപ്പുറത്ത് പോകണമെന്ന് ഞാൻ ആയിരിക്കണേ. കാല് നല്ല വേദനയുണ്ട്. ഇപ്പോൾ റേറ്റ് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് കുതിരപ്പുറത്ത് പോകും. അപ്പം ഞാനും പോട്ടെ. ബൈ. ഞാൻ കുതിരപ്പുറത്ത് കയറി ഗൈസ്. ഒരു വഴിയില്ല. കാര്യം ഇനി 2.5 മണിക്കൂറോളം തിരിച്ച് നടക്കാന്ന് പറയുന്നത് വൈകിട്ടായതുകൊണ്ട്. വൈകിട്ട് മീൻസ് ഇപ്പോൾ 2:30-3 മണി. തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി. ആൻഡ് ഐസ് സ്ലിപ്പായി പോവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 20 മിനിറ്റും കൂടെ നടന്നു തുടങ്ങുമ്പോഴത്തേക്കും ലൈക്ക് കാലിങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. ആൻഡ് ഞാൻ കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 30% ഉണ്ട് ഫോണിൽ. അപ്പോൾ ഇതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചു. കുതിരയന്നി. അറ്റ് ലാസ്റ്റ് തിരിച്ച് നമ്മൾ സാക്കോപ്പാനെ എത്തി. സാക്കോപ്പാനെ സെൻറ്റർ എത്തി. ഇനി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. ഇപ്പോൾ മണി ഏകദേശം ഒരു 3:30 മണിയായി. രാവിലെ തൊട്ട് 3:00 വരെ ഞാൻ ഒരു കുഞ്ഞു ബർഗറല്ല, എന്നാലും ആ ബർഗർ മാത്രമാണ് കഴിച്ചേക്കണം, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. കാല് നല്ല വേദന ഉണ്ട്. എനിക്കിങ്ങനെ നടന്നൊന്നും പരിചയമില്ല. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഹാപ്പി ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച വ്യൂ ഒക്കെ കാണാൻ പറ്റിയോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാം. ഇത് പോർക്ക് ഗ്രില്ല് ചെയ്തത്. ആകെ എനിക്ക് ഇഷ്ടമുള്ള ഇവരുടെ ഫുഡ് ഇതാ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഭയങ്കര നോക്കും. പിസ്സയൊക്കെ എപ്പോഴും കഴിക്കണതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഓക്കെ, എൻ്റെ കൂടെ ഒരാളുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അത്യാവശ്യം ഒരു ചെറിയ വോക്ക് എടുത്തു. പക്ഷെ ഇനി വോക്ക് എടുക്കാനുള്ള കാലിൽ അത്ര സുഖമില്ലായ്മ കാരണം ഞാൻ തിരിച്ച് റൂമിൽ പോവാണ്. അപ്പം ഞാൻ ഓർത്തു ഇവിടെ നിന്ന് തന്നെ സിറ്റിയുടെ നടുക്ക് തന്നെ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോൾ ബൈ. ആൻഡ് എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് മന്ത് എനിക്ക് ഫുൾ എക്സാംസ്, പ്രസൻറ്റേഷൻസ്, അസൈൻമെൻറ്റ്സ്, എൻ്റെ സെമ്മെൻ്റായിരുന്നു. അപ്പം അങ്ങനെ കുറേ തിരക്കായതുകൊണ്ട് കിട്ടില്ല. പക്ഷെ ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. ഷോർട്സൊക്കെ എല്ലാവരും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പായിരുന്നു. അത് വിത്ത് ഗോഡ്സ് ഗ്രേസ് എല്ലാം അടിപൊളിയായിട്ട് നടന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാലുവേദന ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ റൂമിൽ പോവും. നാളെ 11 ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 12 മണിക്ക് ബസ് തിരിച്ചു പോകും. അപ്പോൾ ഓക്കെ, ബൈ.